ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ വെളിച്ചമുണ്ടായി. ഇപ്പോൾ മണി 8:30. സൂര്യൻ പ്രകാശിച്ചിട്ടുണ്ട്. പുറത്തൊക്കെ നല്ല വെട്ടമുണ്ട്. ഞാനൊന്ന് കതകടച്ച് അകത്ത് കയറിയപ്പോൾ ഇതുപോലെ ഇരുട്ടാണ്. ഒരു സ്വിച്ചിലാണ് കാര്യങ്ങൾ തിരിയുന്നത്. കണ്ടോ? ഒരൊറ്റ സ്വിച്ചിൽ വലിയ വെളിച്ചമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭാവി എന്താണെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ തലമുറയുടെ ഭാവി എന്താണെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. എത്ര വലിയ കൂരിരുട്ടാണെങ്കിലും തിരുവചനം പറയുന്നു, എഴുന്നേറ്റു പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. എന്നാൽ നീ ഇന്ന് പകൽ എഴുന്നേറ്റാൽ ദൈവം നിന്റെ മേൽ പ്രകാശിക്കും. ഇന്ന് പകൽ നീ എഴുന്നേൽക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണെങ്കിൽ, വചനത്തിൻ്റെ ശക്തിയാലാണെങ്കിൽ നിന്നെ ഇരുട്ട് മൂടുകയില്ല. കാരണം വെളിച്ചം പറയുന്നു, വചനം പറയുന്നു. എന്താണ്? ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കുന്നു, ഇരുളോ വെളിച്ചത്തെ പിടിച്ചടക്കിയില്ല. ഇയ്യോബിൻ്റെ പുസ്തകത്തിലൊരു വചനമുണ്ട്, ഞാൻ പേടിച്ചിരുന്ന് തന്നെ എനിക്ക് ഭവിച്ചു. എത്ര വലിയ പാപം നിറഞ്ഞ തലമുറയാണെങ്കിലും നിന്റെ തലമുറയെ നോക്കി നീ പറയുന്നത് സംഭവിക്കും. ദൈവം അതിനെ ചലിപ്പിക്കും. എത്ര വലിയ ഇരുട്ടാണെങ്കിലും നല്ലത് പറയുക, നല്ലത് മാത്രം പറയുക. നീ പറയുന്നത് പോലെ ഈ ഭൂമിയിൽ കാര്യങ്ങൾ ചലിക്കും. കാരണം നീ പറയുന്നതിനെ ചലിപ്പിക്കുമെന്ന് പറഞ്ഞൊരു ദൈവം നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നല്ലത് പറയുക, നല്ലത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. വെളിച്ചം ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലസ് യു.